കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഗ്രഹപ്രവേശന സമയത്ത് സ്ത്രീകൾ ഇടതുകാല് വെച്ചും പുരുഷന്മാർ വലതുകാല് വെച്ചും കയറണം എന്നാണ്. അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. വീട് പണിയുക അല്ലെങ്കിൽ ഒരു ഗ്രഹം പണിയുന്നതിന് അതിൻ്റെ പിന്നിൽ ഒരുപാട് നാളത്തെ അധ്വാനം ഉണ്ടാവും, ഇല്ലേ? പലരും ലോൺ എടുത്തും കടം വാങ്ങിയും അതേപോലെ തന്നെ പല വിധത്തിലുള്ള ധനസമ്പാദന മാർഗം പലതും തേടി അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച ഒരു ചടങ്ങാണ് ഗൃഹപ്രവേശനം എന്ന ചടങ്ങ്. അപ്പോൾ പുതുതായി ഒരു ഗ്രഹം നിർമ്മിച്ച് അവിടെ ഗൃഹപ്രവേശനം നടത്തുക എന്നത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദമ്പതിമാരുടെ വലിയ ആഗ്രഹമാണ്. സ്വന്തമായ ഒരു കുടുംബം, അത് വളരെ നല്ല കാര്യം തന്നെയാണ്, ഇല്ലേ? അപ്പോൾ അതിന് പാല് കാച്ചൽ അല്ലെങ്കിൽ ആ ഗൃഹപ്രവേശനത്തിന് പാല് കാച്ചൽ എന്ന ചടങ്ങ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അവിടെ സ്ത്രീക്കാണ് പ്രാധാന്യം. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ അമ്മ, അതായത് വീട്ടമ്മ. ആ വീട്ടമ്മക്കാണ് അവിടെ അന്ന് പ്രാധാന്യമുള്ളത്. വീട്ടമ്മ എല്ലാവരെയും ക്ഷണിച്ചും സ്വന്തക്കാരെയും മറ്റ് സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയെല്ലാം ക്ഷണിച്ച് വളരെ ഭക്തി നിർഭരമായ കാര്യത്തോടെ ഭക്തി നിർഭരമായി തന്നെയാണ് ആ ചടങ്ങ് അവിടെ നടക്കുന്നത്. വെളുപ്പിന് ഗണപതി ഹോമം നടത്തും. ആ ഗണപതി ഹോമത്തിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഗണപതി ഹോമത്തോടുകൂടെ ആ ഗൃഹപ്രവേശന ചടങ്ങ് ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ അടുക്കളയിൽ പുത്തൻ കലത്തിൽ അല്ലെങ്കിൽ പുത്തൻ പാത്രത്തിൽ പാല് വെച്ച് തിളപ്പിച്ച് അത് നിറഞ്ഞ് ഒഴുകണം. ആ പാല് നിറഞ്ഞ് കലത്തിൽ നിന്നും ഒഴുകുമ്പോൾ ആ കുടുംബത്തിലും ഐശ്വര്യം നിറഞ്ഞൊഴുകും എന്നാണ് പറയപ്പെടുന്നത്. ആ കുടുംബത്തിൽ പാല് തിളച്ച് പൊങ്ങുന്നത് ഐശ്വര്യമല്ലേ? അതേപോലെ തന്നെ ഈ ഗൃഹപ്രവേശന സമയത്ത് ഈ പാല് കലത്തിൽ നിന്നും തിളച്ചു പൊങ്ങി അത് ഒഴുകിപ്പോകുമ്പോൾ ഐശ്വര്യം ഒഴുകുന്നതായ പോലെ നമ്മൾക്ക് അനുഭവപ്പെടും. ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം ഒരു മനസ്സിന് ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തക്കാരുടെ ഒരു വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും മനസ്സ് സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് ഈ പാല് കാച്ചൽ എന്ന ചടങ്ങ്. അപ്പം പാല് കാച്ചൽ എന്ന ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വീട്ടമ്മ ഭർത്താവിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അതേപോലെ മുതിർന്ന വ്യക്തിക്കോ ദക്ഷിണ കൊടുക്കണം. ആ ദക്ഷിണ കൊടുത്തിട്ട് വേണം ഇതിനുള്ള പാലും പാത്രം അടുപ്പിൽ വെച്ച് അത് കത്തിക്കാനായിട്ട്. ഈ ഗൃഹപ്രവേശനത്തിൻ്റെ തലേ ദിവസം തന്നെ ആ ഗ്രഹം നിർമ്മിച്ച അതിൻ്റെ ശില്പികളുണ്ടല്ലോ, അതായത് പണിക്കാർ, അവർക്കൊക്കെ ദക്ഷിണ നൽകി അവരെ സന്തോഷിപ്പിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ചില സ്ഥലങ്ങളിലൊന്നും അതില്ല, അത് കാണാറില്ല. ചിലവരത് ചെയ്യാറുണ്ട്. ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം ആ വീട്ടുകാരുടെ ധനമാണ്. എന്നാൽ മറ്റുള്ളവരുടെ തൊഴിലാളികളുടെ വിയർപ്പും കൂടിയാണ്. ശരി, നമ്മൾ അവർക്ക് തൊഴിൽ ചെയ്യുന്നതിന് കൂലി കൊടുത്ത് വിടുന്നുണ്ട്. എന്നിരുന്നാലും ആ തൊഴിലാളികൾ ചിലപ്പോൾ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അവിടെ മനസ്സർപ്പിച്ച് തൊഴിൽ ചെയ്തതിൻ്റെ ഫലമായാണ് ആ ഗ്രഹം അവിടെ ഉയർന്നു പൊങ്ങുന്നത്, ഇല്ലേ? അപ്പോൾ ആ തൊഴിലാളിയുടെ അല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യുന്ന പണിക്കാരുടെ വിയർപ്പും കൂടി അതിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗൃഹപ്രവേശനത്തിൻ്റെ 2 ദിവസം മുമ്പ് അവരെല്ലാം ക്ഷണിച്ച് അവർക്ക് അവരുടേതായ ഒരു പാരിതോഷികങ്ങൾ കൊടുത്ത് ആ തൊഴിലാളിയുടെ മനസ്സിൻ്റെ ഒരു തൃപ്തി നമ്മൾ ആ ഗ്രഹനായിക അല്ലെങ്കിൽ ഗ്രഹനായകൻ ആ തൊഴിലാളികളുടെ ഒരു തൃപ്തി വാങ്ങിയിരിക്കണം.
അതാണ് പണ്ടുള്ള കാര്യങ്ങൾ പറയണത്. തച്ചന്മാർക്ക് വേണ്ട പോലെ കൊടുത്തില്ലെങ്കിൽ അവിടെ തച്ച് പിശാചികൾ വരും എന്നാണ് പറയുന്നത്. പണ്ട് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. തച്ചന്മാർക്ക് വേണ്ട പോലെ അവരെ സൽക്കരിച്ചില്ലെങ്കിൽ അവിടെ തച്ച് പിശാചികൾ ഉണ്ടാവുന്നു. അപ്പൊ അവൻ മനസ്സ് നിറഞ്ഞു പോണം അവിടെ നിന്നും. എന്നാലും മാത്രമോ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്കും ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ അവൻ്റെ മനസ്സിൻ്റെ പ്രയാസത്തോടു കൂടിയാണ് അവൻ അതിന്ന് പണി കഴിഞ്ഞ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഗ്രഹത്തിൽ താമസിക്കുന്നതിന് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരും. അത് ഇല്ലാതിരിക്കാൻ നോക്കേണ്ടത് ആ വീട്ടമ്മയോ അല്ലെങ്കിൽ ആ ഗ്രഹനാഥനോ ആയിരിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് ഉഷസ്സിന് ഗണപതി ഹോമം നടത്തണം. ഇതിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ ആ ഗ്രഹപ്രവേശന സമയത്തിന് മുമ്പ് അന്നത്തെ ദിവസം ഗ്രഹപ്രവേശന സമയത്തിന് മുമ്പ് സ്ത്രീ ആ ഗ്രഹത്തിൽ കയറാൻ പാടില്ല. അന്നത്തെ ദിവസം മുമ്പൊക്കെ ആകാം. അന്നത്തെ ദിവസം സ്ത്രീ പ്രവേശനം ആ സമയത്ത് ഗ്രഹപ്രവേശന സമയത്ത് മാത്രമേ പാടുള്ളൂ. അതിനു മുമ്പ് അതിൻ്റെ അകത്ത് കയറരുത്. അപ്പൊ തലേ ദിവസം അടിച്ചു തൂർത്ത് വൃത്തിയാക്കി അവിടെ ഈ ഉഷസ്സിന് ഗണപതി ഹോമമൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കണം വീട്ടമ്മ അവിടെ അഷ്ടമംഗല വസ്തുക്കളുമായി ഇടതുകാല് വെച്ച് ആ വീട്ടിലേക്ക് പ്രവേശിക്കണം. പുരുഷന്മാർ അതിന് പുറകെ വലതുകാല് വെച്ചും പ്രവേശിക്കണം. അതാണ് അതിൻ്റെതായ ശരി. ഈ ഗ്രഹപ്രവേശന സമയം, മുഹൂർത്ത സമയം സ്ത്രീകൾ 5 തിരിയിട്ട നിലവിളക്കുമായാണ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇടതുകാല് വെച്ചും, സ്ത്രീകൾ ഇടതുകാല് വെച്ചും പുരുഷന്മാർ വലതുകാലും വെച്ചും ഗ്രഹത്തിലേക്ക് പ്രവേശിക്കണം. അതും സ്ത്രീ അഷ്ടമംഗല വസ്തുക്കളുമായിട്ടാണ് നിലവിളക്കും പിടിച്ച് 5 തിരിയിട്ട നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കുമായി ഗ്രഹപ്രവേശനത്തിന് മുതിരേണ്ടത്. അങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞാൽ പറ നിറക്കാം. പറയിൽ നെല്ലും പൂക്കുലയും ഒക്കെ വെച്ച് പറ നിറക്കാം. അങ്ങനെ ഒരു ചടങ്ങ് നടത്താവുന്നതാണ്. അപ്പോൾ പാൽപാത്രത്തിൽ പാല് തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ പാൽപാത്രത്തിൽ പാൽ തിളച്ച് പൊങ്ങിക്കഴിയുമ്പോൾ ആ പാൽ ഇറക്കി വെച്ച് അതിൽ നിന്നും കുറച്ച് ആ അന്നേരം കൂടിയിരിക്കുന്ന എല്ലാവർക്കും കുറച്ച് ആ പാൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ പാല് കൊണ്ട് പായസം വെച്ച് ബന്ധുജനങ്ങൾക്കും അന്ന് ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്കൊക്കെ പായസം വിതരണം ചെയ്യുകയും ചെയ്താൽ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ അന്ന് ഉച്ചക്ക് അന്നദാനം നടത്തുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. അതിപ്പോൾ മിക്ക വീടുകളിലും ഉള്ളതാണ്. ഗ്രഹപ്രവേശന സമയത്ത് ക്ഷണിക്കുന്നവർക്കെല്ലാം ഉച്ചക്ക് ഭക്ഷണം കൊടുക്കും. അത് വളരെ നല്ല കാര്യമാണ്. കൊടുക്കാത്തവരുണ്ടായിരിക്കാം, എനിക്കറിയില്ല. അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഗ്രഹപ്രവേശനമൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് സദ്യയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സന്ധ്യക്ക് അടുക്കളയിൽ ഭഗവതി ഹോമം നടത്തണം. ഭഗവതി സേവ അടുക്കളയിൽ നടത്തണം. അതായത് ഭഗവതിയെ അടുക്കളയിൽ കുടിയിരുത്തണം. അതിനാണ്. അപ്പൊ ഭഗവതി സേവ സമയത്ത് സ്ത്രീകൾക്ക് അതിൻ്റെ അകത്ത് പങ്കെടുക്കാം, കുഴപ്പമില്ല. ഭഗവതി സേവ നടത്തുന്നത് വീടിന് അടുക്കളക്കും വീടിനും ഐശ്വര്യമാണ്. അപ്പൊ ആ ഭഗവതി സേവ കഴിഞ്ഞാൽ അന്ന് രാത്രി അഗ്രഹനാഥനും അഗ്രഹനാഥയും ആ വീട്ടിൽ അന്തി ഉറങ്ങണം. അന്ന് അവിടെ അന്തി ഉറങ്ങാതെ പോകരുത്. പാല് കാച്ചുന്ന ദിവസം തീർച്ചയായിട്ടും ഗ്രഹനാഥനും ഗ്രഹനാഥിയും ആ ഗ്രഹത്തിൽ അന്തി ഉറങ്ങണം. അത് അതിൻ്റെതായ ഒരു ശരി അതാണ്. പലരും പാല് കാച്ചി വെച്ചിട്ട് പോയി സൗകര്യം പോലെ പിന്നെ ഒരു ദിവസം വന്ന് താമസിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചില സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് ശരിയല്ല. അന്തി ഉറങ്ങാൻ അന്ന് അവിടെ നിന്ന് ഒരു ദിവസമെങ്കിലും അന്തി ഉറങ്ങി പോകണം. അപ്പൊ ഗ്രഹപ്രവേശനത്തിന് വീട്ടമ്മമാർക്കാണ് പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞില്ലേ.
അന്ന് അവരുടെ ദിവസമാണ്, ആ വീട്ടമ്മയുടെ ദിവസമാണ് ആ വീട്. അത് തന്നെയാണ് അതിൻ്റെ ഐശ്വര്യവും. വീട്ടമ്മമാർക്ക് ആ ദിവസം അന്ന് ഒരു പ്രത്യേക ഒരു പരിവേഷം കൊടുക്കുകയാണ്. എന്തിനാണ്? അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. സ്ത്രീ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് വീട്ടമ്മ അന്ന്. അതുകൊണ്ടാണ് ആ വീട്ടമ്മക്കന്ന് പ്രാധാന്യം. അതുപോലെ വീടെന്ന് പറഞ്ഞാൽ വീട് എപ്പോഴും സംരക്ഷിച്ചു പോരുന്നത് പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. സ്ത്രീയുടെ നക്ഷത്രവും കൂടി നോക്കിയിട്ടാണ് അതിന്ന് മുഹൂർത്തം, പാലുകാച്ചലിൻ്റെ ഗ്രഹപ്രവേശനത്തിൻ്റെ മുഹൂർത്തം കുറിക്കുന്നത് സ്ത്രീയുടെ നക്ഷത്രം നോക്കിയാണ്, പുരുഷൻ്റെ നക്ഷത്രം നോക്കിയല്ല. അപ്പം അത് തന്നെ കൊണ്ട് തന്നെ ആ വീട്ടമ്മയ്ക്ക് ആ ചടങ്ങിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം ഗ്രഹപ്രവേശനം എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.